കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. മലയോര മേഖലയിൽ മാട്ടിറച്ചിക്ക് തൊട്ടാൽ പൊള്ളും വില. അനുമതിയില്ലാതെയും ചട്ടങ്ങൾ ലംഘിച്ചും ഇഷ്ടമുള്ളപ്പോൾ തോന്നുന്ന വിലയാണ് കച്ചവടക്കാർ ഈടാക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ആദ്യം 1 കിലോ ബീഫിന് വില 380 ആയിരുന്നത് ഇപ്പോൾ 460 നിൽക്കുന്നു. അലയമൺ, ഏരൂർ പഞ്ചായത്തുകളിൽ മുൻ വർഷങ്ങളിലെ തുകയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ പോയത്. എന്നാൽ ഇവിടങ്ങളിലാണ് ഇപ്പോൾ ഇറച്ചിക്ക് തോന്നും വിധം അമിത വില ഈടാക്കുന്നത്. കുളത്തൂപ്പുഴ, അഞ്ചൽ, ഇടമുളയ്ക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും മിക്കയിടത്തും വില 440 ആണ്. ചിലയിടങ്ങളിൽ 450 വരെ വാങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. 380 നിന്നും 400 ആയി, പിന്നീട് 440, ഇപ്പോൾ 460 വരെ ഈടാക്കുകയാണ്. വില വർധനയ്ക്കെതിരെ വ്യാപക പരാതികൾ ഉയരുമ്പോഴും നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴൊക്കെ നമുക്കറിയാം, ഈ മലയോര മേഖലയിൽ സാധാരണക്കാരാണ് ബീഫൊക്കെ വന്ന് വല്ലപ്പോഴുമൊക്കെ മേടിക്കുന്നവർ. അതുപോലെ കോഴി സ്റ്റാളിൽ, ചിക്കൻ സ്റ്റാളിലൊക്കെ പോയി വയ്ക്കുന്ന വല്ലപ്പോഴും ഒക്കെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരാണ്, പട്ടിണിപ്പാവങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവൃത്തി നിരന്തരമായി കാണുന്നു. പല വിധത്തിൽ പലരിടത്തും നമ്മൾ നേരിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞ പോലും ഇതിനൊരു മാറ്റമില്ല. വരുന്ന നാളുകളിലെങ്കിലും ഇതിനെ ഒരു തീരുമാനമെടുക്കണം. ലേലത്തുക കൂടിയത് കൊണ്ട് ഇറച്ചിക്ക് തുക വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യായം സാധാരണക്കാർ മണ്ടയിൽ വീണ്ടും വീണ്ടും വച്ച് കയറ്റുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഇവിടുത്തെ പൊതുസമൂഹം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കർശനമായ അധികാരികൾ ആരായാലും അതിൻ്റെ തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അഭ്യർത്ഥന. ചില പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പരാതിക്ക് പുറമെ പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നതോടെ മാട്ടിറച്ചി സ്റ്റാളുകളിലെ ലേലത്തിലെടുത്തവരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ വില വർധനവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. മിക്ക പഞ്ചായത്തുകളിലും മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിലെടുത്തിരിക്കുന്നവർക്ക് ശാസ്ത്രീയമായി ഇറച്ചി വെട്ടുന്നതിനും സൂക്ഷിക്കുന്നതിനും സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തവരാണ്. മറ്റിടങ്ങളിലെ സ്ലോട്ടർ ഹൗസുകളുടെ രേഖകൾ ഹാജരാക്കിയാണ് ഇവർ ഇറച്ചി സ്റ്റാളുകൾ ലേലത്തിലെടുത്തിരിക്കുന്നത്. മിക്കയിടങ്ങളിലും സ്ലോട്ടർ ഹൗസിന്റെ പേരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത മുറികളിലും സിമന്റ് തറകളിലും ഇട്ടാണ് മാടുകളെ എത്തിച്ച ഇറച്ചിയാക്കി മാറ്റുന്നത്. ഇവിടങ്ങളിലെ മാലിന്യങ്ങൾ പാതയോരങ്ങളിലും വനമേഖലയിലുമാണ് നിക്ഷേപിക്കുന്നത്. അടുത്തിടെ ഏരൂർ പഞ്ചായത്തിലെ പത്തടിയിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച അനധികൃത അറവുശാല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇടപെട്ട പൂട്ടിച്ചിരുന്നു. അറവുശാലയിൽ നിന്നുള്ള മാലിന്യം ആളൊഴിഞ്ഞ പാതയിൽ നിക്ഷേപിച്ച പിക്കപ്പ് വാനും 2 പേരെയും വനം വകുപ്പ് പിടികൂടിയതും അടുത്തിടെയാണ്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മാടുകളെ അറവുശാലകളിൽ എത്തിച്ച ഇറച്ചിയാക്കി എത്തിക്കുമ്പോഴാണ് തൊട്ടാൽ പൊള്ളും വില ഇവർ ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. എന്നാൽ ജില്ലയിൽ മിക്കയിടത്തും ഇറച്ചിക്ക് 1 കിലോ 440 ആണെന്നും എല്ലായിടത്തും കുറച്ചാൽ തങ്ങളും കുറയ്ക്കാൻ തയ്യാറാണെന്ന് മാട്ടിറച്ചി വ്യാപാരികൾ പറയുന്നു. തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ മാട് വാങ്ങുന്നിടത്ത് റേറ്റ് കൂടുതലാണ്. ആ മാട് വാങ്ങുന്നിടത്താണ് ഞങ്ങളും ഈ എല്ലാ കടകളിലും 440 രൂപ ബോർഡ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അവർ മാട് മേടിക്കുന്ന സ്ഥലത്ത് പോയാണ് ഞങ്ങൾ മാട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂലിച്ചെലവും ജോലിക്കാശും ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പരാജയത്തിലായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ 4 ലക്ഷം രൂപ, ഒരു വർഷത്തേക്ക് 4 ലക്ഷം രൂപ പുറത്ത് എമൗണ്ടും അതിൻ്റെ GST എല്ലാം കൂടെ തന്നെ ഞങ്ങൾക്ക് അടയ്ക്കണം. ഇതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ എമൗണ്ട് തന്നെ വലിയൊരു എമൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ അഞ്ചൽ മാർക്കറ്റിൽ കന്നാലി വരുന്നത് തന്നെ റേറ്റ് കൂടുതലാണ്. ആ റേറ്റ് അതേ തൊട്ടടുത്ത ആലഞ്ചേരിയിലായാലും അഞ്ചലായാലും ആയിരം, കൊളുത്തുപ്പുഴ ഈ കടകളിലെല്ലാം ഈ 440 രൂപയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പോയി സാധനം എടുക്കുന്നതാണ് ഞങ്ങളും പോയി സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ മാട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ കടകളും റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങളും കുറയ്ക്കാൻ തയ്യാറാണ്. ആന്ധ്രയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ എക്സ്പോർട്ടിങ് ആയതുകൊണ്ട് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും കന്നാലി വരുന്നില്ല. ഇപ്പോൾ കുറച്ച് കന്നാലി വരുന്നത് ആളുകൾ പിടിച്ചു പറിക്കാൻ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപാട് മാർക്കറ്റ് സ്റ്റാളുള്ളതുകൊണ്ട് അവരെല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ കൊടുക്കുന്നതിനേക്കാളും 10 രൂപ കൂടുതൽ കൊടുക്കാൻ വാങ്ങിക്കുന്ന ആൾ തയ്യാറായിട്ട് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. അന്നേരം നമുക്ക് 10 രൂപ കൂട്ടിയല്ലേ വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പോരായ്മ. പിന്നെ ഒരു കന്നാലി വരുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുതുപ്പട്ടിയിൽ നിന്ന് കന്നാലി വന്നു കഴിഞ്ഞാൽ ഒരു കന്നാലിയുടെ പുറത്ത് വണ്ടി വാടക 45,000 50,000 വണ്ടി കൂടിയായിരിക്കും. അന്നേരം 30 എണ്ണം കയറുന്ന വണ്ടിക്കകത്ത് ഒരു കന്നാലിയുടെ വണ്ടി ചാർജ് കൂട്ടുമ്പോൾ 2,000 രൂപ. 30-ന് വാങ്ങിച്ചാൽ 32. അങ്ങനെ അവൻ എന്തെങ്കിലും ലാഭം വേണ്ട. അവൻ കൊടുക്കുമ്പോൾ 33-ന് 34-ന് കൊടുക്കത്തുള്ളൂ. അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് നീങ്ങുന്നതിനോടൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.